Okay, dear students, in the last classes we have discussed about the different opportunity cost conditions. Today we are going to discuss about the trade under decreasing and increasing opportunity costs. അപ്പോൾ പല രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് എല്ലാ രാഷ്ട്രങ്ങളിലും ഒരേപോലെ തന്നെ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് രണ്ട് കമ്മോഡിറ്റീസിന്റെ കാര്യത്തിൽ നിലനിന്നോളണമെന്നില്ല. അപ്പൊ ചില കമ്മോഡിറ്റീസ് അവിടെ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും, ചില കമ്മോഡിറ്റീസ് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഒരേ രാഷ്ട്രത്തില് വ്യത്യസ്ത തരത്തിലുള്ള കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് അതെങ്ങനെയാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ട്രേഡ് റിലേഷൻസിൽ ഏർപ്പെടുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, then it is not possible that both the commodities may be produced either under decreasing opportunity cost or under increasing opportunity cost. As we also said, that ഒരു increasing opportunity cost decreasing opportunity cost മാത്രമായിക്കൊണ്ട് തന്നെ ഒരു commodity ഒരു രാജ്യത്ത് ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. Then the situation may be where commodity X is being produced under decreasing opportunity cost and commodity Y under increasing opportunity cost. Okay, ഇവിടെ നമ്മൾ എടുക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺട്രി, that is a country A, ആ ഒരു കൺട്രി എയിൽ എക്സ് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം അല്ലെ. എക്സ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറിൽ വരുത്തുന്ന വർധനവ് കാരണം മറ്റൊരു ഫാക്ടറിൽ വളരെ വലിയൊരു കുറവ് വരുത്തുന്നില്ല. ദാറ്റ് ഈസ് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കമ്മോഡിറ്റി വൈ അണ്ടർ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ലെ. കമ്മോഡിറ്റി വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ധാരാളം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആ ഒരു കൺട്രിക്ക് ആവശ്യമായിട്ട് വരുന്നത്. ദാറ്റ് ഈസ് ദ കണ്ടീഷൻ, ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ. ഇപ്പോ രണ്ട് കമ്മോഡിറ്റീസ് എക്സ് വൈ, അതിൽ എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് വൈ ഈസ് പ്രൊഡ്യൂസ്ഡ് അണ്ടർ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, നമുക്കറിയാം ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഒരു കൺട്രി ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിൻ. ദെൻ ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. അപ്പൊ ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ട്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. Okay, that is the production possibility curve of country A. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ടാൻജന്റ് ചെയ്ത് പോകുന്ന രണ്ട് പ്രൈസ് ലൈനുകൾ നമുക്ക് കാണാൻ സാധിക്കും. എ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബി ബി എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവുകൾ. ഓക്കെ, അപ്പോ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് എ ബിയില് എ എഫ് എന്ന് പറയുന്ന പോർഷൻ എടുക്കാം. എ എഫ് എന്ന് പറയുന്ന ഭാഗത്ത് ഇറ്റ് ഈസ് കോൺകേവ് ടു ദ ഒറിജിൻ. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് കോൺകേവ് ആണ്. കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് there is increasing opportunity cost of producing commodities. ഓക്കെ, രണ്ട് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിലനിൽക്കുന്നത്. അപ്പൊ ഈ കൺട്രിയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്മോഡിറ്റി ഏതാണ്? ദാറ്റ് ഈസ് വൈ കമ്മോഡിറ്റി അല്ലെ. വൈ കമ്മോഡിറ്റി ധാരാളമായിട്ട് ഈ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടീഷനാണ് എക്കണോമിയിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എന്ന് പറയുന്ന പോയിന്റ് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി എക്സും ഒ എക്സ് ക്വാണ്ടിറ്റി എക്സും അതുപോലെ തന്നെ ഒ വൈ ക്വാണ്ടിറ്റി വൈയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പൊ ഇവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഏതിലാണ് നിലനിൽക്കുന്നത്, ഏത് കമ്മോഡിറ്റിയിലാണ് നിലനിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഏതിലാണ്? വൈ കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലാണ് അല്ലെ. വൈ ഈസ് പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ കമ്മോഡിറ്റി എക്സ്. ഓക്കെ, ഇപ്പൊ ഈ എന്ന് പറയുന്ന പോയിന്റ് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒ എക്സ് എക്സ് കമ്മോഡിറ്റിയും ഒ വൈ വൈ കമ്മോഡിറ്റിയും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ ഈ കൺട്രിയുടെ കൺസംഷൻ ലെവല്, കൺസംഷൻ എന്ന് പറയുന്നത് എവിടെയാണ് നടക്കുന്നത്? ഈ പ്രൈസ് ലൈൻ എ ടാൻജന്റ് ചെയ്ത് പോകുന്ന ഈ ഒരു ഭാഗം സി എന്ന് പറയുന്ന പോയിന്റിലാണ് അവിടെ കൺസംഷൻ നടക്കുന്നത്. ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൺട്രി ബിയിലേക്ക് എന്ത് ചെയ്യും? ഡി ഈ എമൗണ്ട് വൈ എക്സ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ട്രേഡ് ട്രയാങ്കിൾ ഡി ഇ സി എന്ന് പറയുന്ന ഭാഗം, അതിൽ ഡി സി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ ഇമ്പോർട്ട് ഓഫ് കമ്മോഡിറ്റി എക്സ് ആൻഡ് ഡി ഇ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ എക്സ്പോർട്ട് ഓഫ് കമ്മോഡിറ്റി വൈ. അപ്പോൾ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിലനിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ വൈ കമ്മോഡിറ്റിയാണ് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുകയും അത് മറ്റുള്ള രാഷ്ട്രങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ എ എന്ന് പറയുന്ന കൺട്രി ഡി സി എമൗണ്ട് എക്സ് ഇമ്പോർട്ട് ചെയ്യുകയും DE amount of Y export ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ഒരു പോർഷൻ എടുക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കറന്റ് EB എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ. EB യുടെ പ്രത്യേകത എന്താ?
that is convex to the origin. Convex production possibility curve എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there is decreasing opportunity cost condition. അല്ലെ, അവിടെ നിലനിൽക്കുന്നത് x commodity y commodity പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കൺട്രിയിലെ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏത് കമ്മോഡിറ്റി ആണോ ഉത്പാദിപ്പിക്കാനായിട്ട് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഏത് കമ്മോഡിറ്റിക്കാണോ കൂടുതലായിട്ട് ലഭ്യമായിട്ടുള്ളത്, ആ കമ്മോഡിറ്റി ലഭ്യമായിട്ടുള്ള റിസോഴ്സസ് മുഴുവനും ആ ഒരു കമ്മോഡിറ്റി മാത്രം ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ബി എന്ന് പറയുന്ന പോർഷൻ കൺട്രി എയുടെ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രിക്ക് ഏത് ലെവൽ വരെ എക്സ് കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ ഉയർത്താനായിട്ട് സാധിക്കും, അതായത് ബൈ ഒന്നും തന്നെ പ്രൊഡ്യൂസ് ചെയ്യാതെ ഒ ബി ലെവൽ വരെ എക്സ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ഡിക്രീസിംഗ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടീഷനിൽ ഒ ബി എമൗണ്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് എക്സ് കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒ ബി പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പുതിയൊരു ഇന്റർനാഷണൽ പ്രൈസ് ലൈൻ ഉണ്ട് ഡിക്രീസിംഗ് കോസ്റ്റ് കണ്ടീഷനിൽ, ദാറ്റ് ഈസ് ബി എന്ന് പറയും, സ്മോൾ ലെറ്റർ ബി ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്ന ഭാഗം, ദാറ്റ് ഈസ് പാരലൽ ടു ദ പ്രൈസ് ലൈൻ എക്ക് പാരലൽ ആയിട്ട് വരച്ചതാണ് ബി എന്ന് പറയുന്ന പ്രൈസ് ലൈന്. അവിടെ കൺസംഷൻ നടക്കുന്നത് ഏത് പോയിന്റിലാണ്, ആർ എന്ന് പറയുന്ന പോയിന്റ്. ഈ സിന്ന് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സിയുടെ നേരെ പാരലൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഈ ഒരു ബിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ഒ ബി എക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതില് ഇവിടെയാണ് കൺസംഷൻ നടത്തുന്നത്. അപ്പോ ഇത്രയും ഭാഗം എന്ത് ചെയ്യും, എൻ ബി എന്ന് പറയുന്ന അത്രയും ഭാഗം എക്സ് കമ്മോഡിറ്റി അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോ ഈ ഒരു കൺട്രിയിൽ എ എന്ന് പറയുന്ന കൺട്രിയിൽ എക്സിന് ഡിക്രീസിംഗ് കോസ്റ്റ് ആണ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നിലനിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് ഒ ബി എമൗണ്ട് ഓഫ് എക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ ബി എമൗണ്ട് ഓഫ് എക്സ് വിൽ ബി എക്സ്പോർട്ടഡ് ടു അനദർ കൺട്രി. ഓക്കെ, അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ എത്രയായിരിക്കും വൈ കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക, ദാറ്റ് ഈസ് ആർ എൻ എന്ന് പറയുന്ന അത്രയും ഭാഗം ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടീഷൻസ് ഓഫ് ദ കൺട്രി. ഇപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് ഒരു കൺട്രിക്ക്, ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടീഷൻ നിലനിൽക്കാം, അതുപോലെ തന്നെ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതായത് ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ എ എഫ് എന്ന് പറയുന്ന ഭാഗം ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്, ദെൻ എ എഫ് ബി എന്ന് പറയുന്ന ഭാഗം ദാറ്റ് ഈസ് ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ എ എഫ് ആണ് നിലനിൽക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് ആ ഒരു ഇക്കണോമിയിൽ നിന്നുണ്ടെങ്കിൽ ഇ എന്ന് പറയുന്ന പോയിന്റില് പ്രൊഡക്ഷൻ നടത്തുകയും അവിടെ കൺസംഷൻ സി എന്ന് പറയുന്ന പോയിന്റിലാണ് നടക്കുന്നത്. ദെൻ അവിടെ ട്രേഡ് ട്രയാങ്കിൾ ഈസ് ഇ ഡി സി എന്ന് പറയുന്ന ഭാഗം. ഡി സി എമൗണ്ട് വിൽ ബി imported from another country and DE exported to another countries. Okay, then in decreasing cost condition എടുത്ത് നോക്കാം. ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കണ്ടീഷൻ എടുക്കുന്ന സമയത്ത് അവിടെ ഒ ബി എമൗണ്ട് ഓഫ് എക്സ് കമ്മോഡിറ്റി വിൽ ബി പ്രൊഡ്യൂസഡ് ആൻഡ് എൻ ബി ഓഫ് എക്സ് ഈസ് എക്സ്പോർട്ടഡ് ടു അനദർ കമ്മോഡിറ്റി ആൻഡ് എൻ ആർ ഓഫ് വൈ കമ്മോഡിറ്റി ഈസ് ഇമ്പോർട്ടഡ് ഫ്രം അനദർ country. Okay, that is all about the increasing and decreasing opportunity conditions of the economies. ഇത്രയാണ് നമ്മൾ ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയിൽ പറയാനായിട്ടുള്ളത്. ദെൻ ഈ ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയുടെ പ്രധാനപ്പെട്ട ക്രിറ്റിസിസംസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയിൽ അതിൽ ട്രേഡ് അണ്ടർ ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പഠിച്ചു, അതുപോലെ തന്നെ ട്രേഡ് അണ്ടർ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് ട്രേഡ് അണ്ടർ കോൺസ്റ്റന്റ് കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ ഈ മൂന്ന് കണ്ടീഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അല്ലെ. ദെൻ ലാസ്റ്റ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യപ്പെട്ട ഈ രണ്ട് കണ്ടീഷൻസും ഒരേപോലെ ഒരു എക്കണോമിയിൽ നിലനിൽക്കുകയാണ്. ഇൻക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും അതുപോലെ തന്നെ ഡിക്രീസിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റും നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ട്രേഡ് റിലേഷൻസ് രണ്ട് രാഷ്ട്രങ്ങളും തമ്മിൽ നിലനിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ഹെബേർലേഴ്സ് തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. The opportunity cost theory is not free from the criticisms. One of the main criticisms of this Habermas opportunity cost theory is Jacob Wiener. ജേക്കബ് വിനർ എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന്റെ ഇന്റർനാഷണൽ ട്രേഡ് തിയറി എന്ന് പറയുന്ന ഒരു പുസ്തകം 1937 പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിലൂടെ അദ്ദേഹം കുറേയധികം ക്രിറ്റിസിസംസ് ഈ ഒരു ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിക്ക് നൽകുകയുണ്ടായി. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയുടെ ക്രിറ്റിസിസം എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻഫീരിയർ ആസ് എ ടൂൾ ഓഫ് വെൽഫെയർ അനാലിസിസ്.
ഇപ്പൊ രണ്ട് രാഷ്ട്രങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് രണ്ട് രാഷ്ട്രങ്ങളുടെയും വെൽഫെയർ അനാലിസിസ് നടത്തുമ്പോൾ, ക്ഷേമം എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏത് കൺട്രിക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ധാരാളമായിട്ട് ഉത്പാദിപ്പിക്കുകയും അത് മറ്റുള്ള കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിലൂടെ എന്താണ് ഒരു വെൽഫെയർ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഏർണിംഗ്സിലൂടെ വെൽഫെയർ വന്നു ചേരാനുള്ള സാധ്യത. അത് ഈ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള അതേപോലെ തന്നെ ഈ ചില കൺട്രീസ് ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് അല്ലെങ്കിൽ ആ ഒരു എക്കണോമിക്കകത്ത് ഉണ്ടാകുന്ന സം ഓഫ് ദ ഡിസ്യൂട്ടിലിറ്റീസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തില് ബെനിഫിറ്റ് എത്രയാണോ അതുപോലെ തന്നെ ഡിസ്യൂട്ടിലിറ്റി എത്രയാണോ എന്നുള്ള ഒരു കാൽക്കുലേഷൻസും അതുപോലെ തന്നെ ടോട്ടൽ വെൽഫെയർ കാൽക്കുലേഷൻസും എവിടെ നടത്തുന്നില്ല, ഈ ഒരു ഹെബേർലേഴ്സ് തിയറിയിൽ നടക്കുന്നില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ ക്രിറ്റിസിസം ഓഫ് ദിസ് ഹെബേർലേഴ്സ് തിയറി ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ നെക്സ്റ്റ്, ഇറ്റ് ഇഗ്നോർസ് ചേഞ്ചസ് ഇൻ ഫാക്ടർ സപ്ലൈസ്, അല്ലെ? അതായത് കമോഡിറ്റീസ് ഉത്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അതിന്റെ സപ്ലൈനെ കുറിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള എക്സ്പ്ലനേഷൻസും ആരും നൽകുന്നില്ല. ഹെബേർലന്റെ തിയറിയിലൂടെ നൽകാനായിട്ട് അദ്ദേഹം തയ്യാറാവുന്നില്ല. ഇഗ്നോർസ് ദ ചേഞ്ചസ് ഇൻ ദ ഫാക്ടർ സപ്ലൈ, എത്ര സപ്ലൈ, എത്ര കമോഡിറ്റീസ് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ലഭ്യമായിട്ടുണ്ട്, ആ ലഭ്യമായതുകൊണ്ട് എത്ര ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള അത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ആരും നൽകുന്നില്ല, ഹെബേർലർ നൽകുന്നില്ല. ദെൻ ഇറ്റ് നെഗ്ലെക്ട്സ് ദ പ്രിഫറൻസ് ഫോർ ലൈഷർ അഗെയിൻസ്റ്റ് ഇൻകം. It neglects preference for leisure against income. അതായത് എക്സ്പോർട്ട് ഏർണിംഗ്സ് വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രണ്ട് കൺട്രീസിന് എന്താണ്ടായിരിക്കുക, there is a leisure for the production of commodities അല്ലെങ്കിൽ leisure for income, leisure for earning income. അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു കമ്മോഡിറ്റീസിന്റെ എക്സ്പോർട്ട് ഏർണിംഗ്സ് കൊണ്ടുണ്ടാവുന്ന ഔട്ട്പുട്ടിലുണ്ടാവുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടൊന്നും എവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് അൺറിയലിസ്റ്റിക് അസംപ്ഷൻസ്. നമ്മൾ എല്ലാ തിയറിയും പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ഹെബേർലേഴ്സ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് തിയറി പറയുമ്പോൾ കുറെ അധികം അസംപ്ഷൻസ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. there is no two commodities, two countries and two factors of production, there is no technological change etc. ഇങ്ങനെ കുറെ അധികം അസംപ്ഷൻസ് മുൻനിർത്തിയിട്ടുണ്ടായിരുന്നു, അല്ലെ? ഈ അസംപ്ഷൻസ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു റിയൽ വേൾഡിനകത്ത് ആ അസംപ്ഷൻസ് ഒന്നും പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല. ഓക്കെ, ആ ഒരു റിയൽ വേൾഡില് റിയാലിറ്റിയിൽ ഈ അസംപ്ഷൻസിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള റിയാലിറ്റി ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ അൺറിയലിസ്റ്റിക് അസംപ്ഷൻ. സോ ദീസ് ആർ ദ മെയിൻ criticisms of Haberler's theory. That is inferior as a tool of welfare analysis, ignores changes in the factor supplies, neglects preference for leisure against income, then unrealistic assumptions. Okay, that is all about today's class. In the next class we will meet with another topic. Thank you.